അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് അവിടെ 2 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. ആ സാഹചര്യവും ഇന്നത്തെ സാഹചര്യം തമ്മിൽ കമ്പയർ ചെയ്യരുത്. പിന്നെ ഫസൽ കപൂർ സാറിൻ്റെ ഇവിടെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനും അങ്ങോട്ട് പറയാം. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ അടുത്ത തവണ 1-2 സീറ്റ് BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ 5-ൽ കുറയാത്ത സീറ്റ് ജയിക്കും. കർണാടകത്തിൽ 25 സീറ്റ് ജയിക്കും. സംയുക്ത ആന്ധ്ര തെലങ്കാന സീറ്റ് 20 സീറ്റ് ജയിക്കും. ഒറീസയിൽ 10 സീറ്റ് ജയിക്കും. ഇവിടെ മധ്യപ്രദേശിൽ 26 സീറ്റ് ജയിക്കും. മഹാരാഷ്ട്രയിൽ 40 സീറ്റ് ജയിക്കും. ഗുജറാത്തിൽ 26 ജയിക്കും. രാജസ്ഥാനിൽ 25 ജയിക്കും. ഇവിടെ ഡൽഹിയിൽ 7 ജയിക്കും. ഇവിടെ UPയിൽ 75 സീറ്റ് ജയിക്കും. ഹരിയാനയിൽ 9 സീറ്റ് ജയിക്കും. പഞ്ചാബിൽ 2 സീറ്റ് ജയിക്കും. കാശ്മീരിൽ 3 സീറ്റ് ജയിക്കും. ബീഹാർ BJPയുടെ കയ്യിൽവേളയിലിരിക്കും എന്നൊരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല ആർക്കും എന്നിടത്താണ് BJPയുടെ ആത്മവിശ്വാസത്തെ അത്രത്തോളം അവഗണിക്കേണ്ടതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാനും ശ്യാമ പ്രസാദും കൂടെ 10,000 രൂപയുടെ ബെറ്റ് നിങ്ങളെ മുന്നിൽ 10,000 ബെറ്റ്. ശരി സാർ, 400 കടക്കൂലെന്ന് ഞങ്ങൾ തമ്മിൽ NDA സഖ്യം 400 കടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10,000 നമുക്ക് ഇലക്ഷൻ ദിവസത്തെ ചർച്ചയിൽ മാത്രമേ തന്നെ അത് ഓക്കെ ചെയ്യാം. എന്തായാലും രണ്ടുപേരും മന്ത്രികളായിരിക്കുമല്ലോ. ശരി.